എസ്തേർ എന്ന പേരിന്റെ അർത്ഥം നക്ഷത്രമാണ്. സംഖ്യാശാസ്ത്രത്തിൽ എസ്തേർ എന്ന പേരിന്റെ നമ്പർ കൊടുത്തിരിക്കുന്ന 7ആണ്. അതുകൊണ്ട് തന്നെ ആ പേരുള്ളവർ പൂർണ്ണതയുള്ളവരും അവബോധമുള്ളവരും ബുദ്ധിശാലികളും ദൈവവിശ്വാസമുള്ളവരുമാണ്. എസ്തേർ ദൈവവിശ്വാസിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു. അവരുടെ ദൈവവിശ്വാസം ബുദ്ധിയും യഹൂദ ജനത്തെ രക്ഷിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആത്മീയ ഫെലോഷിപ്പ് നമുക്കായി കാഴ്ചവെക്കുന്നു അതിമനോഹരമായ ഒരു നാടക ശില്പം വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ പുസ്തകത്തിലെ ഏറ്റവും ആവേശകരവും കൗതുകകരവുമായ പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിന്റെ പുസ്തകം. എസ്തേർ എന്ന സ്ത്രീ കഥാപാത്രത്തെ ആസ്പദമാക്കി പന്നിമറ്റം സെന്റ് ആൻഡ്രൂസ് CSI ചർച്ച് ആത്മായ സംഘടന നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എസ്തേർ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ. രചന പ്രൊഫസർ അമ്മിണി മാത്യു. സംവിധാനം റേ മാത്യു. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഇത് അഹശ്വേരോശ് രാജാവിന്റെ രാജകൽപ്പന. സകല യഹൂദന്മാരെയും അവരുടെ ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിക്കും. അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്യും. എന്ത് രാജകൽപ്പനയോ? യഹൂദന്മാരെ കൊന്നുമുടിക്കുമെന്നോ? യഹോവയുടെ ജനത്തെ ഉന്മൂലനം ചെയ്യുമെന്നോ? ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? അതെ അതെ മഹാറാണി, യഹൂദന്മാരെ കൊന്നുമുടിച്ച് കൊള്ളയിടുമെന്ന് രാജകൽപ്പനയാണ്. അതെ മഹാറാണി, ഹാമാൻ പ്രഭുവിന്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങളിലേക്കും രാജമോദ്രം കൊണ്ട് മുദ്രയിട്ട രാജകൽപ്പന അഞ്ചൽക്കാർ വശം കൊടുത്തുവിട്ട് കഴിഞ്ഞു. ശൂഷൻ പട്ടണം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുന്നു. മഹാറാണി, അതാ പട്ടണത്തിൽ നിന്നും കൂട്ട നിലവിളി കേൾക്കുന്നു. എസ്തേർ മഹാറാണി, അവിടുത്തെ ചിറ്റപ്പൻ മൊർദെഖായി രട്ടുടുത്ത് അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് രാജാവിൻ്റെ പടിവാതിക്കലോളം വന്നു. രാജ്യം മുഴുവൻ മഹാദുഃഖവും കരച്ചിലും വിലാപവും ഉപവാസവുമാണ്. ഹദാക്, നീ എന്റെ ചിറ്റപ്പനെ എങ്ങനെയും ആശ്വസിപ്പിക്കൂ. ഇതാ ഈ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കൂ. ഇത്ര ക്രൂരമായ ഈ രാജകൽപ്പനയുടെ കാര്യം എന്താണ്? മഹാറാണി, ആ ദുഷ്ടനായ ഹാമാനാണ് ഇതിന് കാരണം. രാജാവിന്റെ വാതുക്കലെ രാജഭൃത്തന്മാർ എല്ലാവരും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുന്നു. എന്നാൽ മൊർദെഖായി മാത്രം ഹാമാനെ കുമ്പിട്ടില്ല, നമസ്കരിച്ചതുമില്ല. അതുകൊണ്ട് മൊർദെഖായിയുടെ കുലമായ യഹൂദരെ മുഴുവൻ കുഞ്ഞു കുട്ടികളടക്കം കൊന്നുമുടിക്കാനുള്ള രാജകൽപ്പന ഹാമാന്റെ ഉപായമാണ്. മഹാറാണി, മൊർദെഖായി ഈ വസ്ത്രം സ്വീകരിച്ചില്ല. അദ്ദേഹം അതീവ ദുഃഖത്തിലാണ്. ഇതാ രാജകൽപ്പനയുടെ പകർപ്പ് റാണിയെ കാണിക്കേണ്ടതിന് മൊർദെഖായി തന്നയച്ചിരിക്കുന്നു. മഹാറാണി, അവിടുന്ന് സ്വന്തം ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിച്ച് യഹൂദന്മാരെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് മൊർദെഖായി കർശനമായി പറഞ്ഞിരിക്കുന്നു.
എൻ്റെ ദുഃഖം, കഠിനമായ ഈ വ്യത ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? രാജാവിൻ്റെ അനുവാദമില്ലാതെ രാജസന്നിധിയിൽ ചെല്ലുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് നിനക്കും അറിവുള്ളതല്ലേ? ഈ 30 ദിവസത്തിനുള്ളിൽ രാജസന്നിധിയിൽ ചെല്ലുവാൻ എനിക്ക് അനുവാദമില്ല. മഹാറാണി, രാജാവിൻ്റെ സന്നിധിയിൽ പൊൻചെങ്കോൽ നീട്ടാതെ രാജസന്നിധിയിൽ ചെന്നാൽ ജീവനോടിരിക്കില്ല എന്ന രാജകൽപ്പന ഞാൻ മൊർദെഖായിയെ അറിയിച്ചു കഴിഞ്ഞു. മഹാറാണി, മൊർദെഖായിയുടെ പ്രതികരണം അതിഭയങ്കരമായിരുന്നു. ഹദാക്, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്തായാലും എന്നോട് പറയൂ. അത് ഞാൻ തന്നെ പറയാം. എസ്തർ മഹാറാണി അവിടുന്ന് രാജധാനിയിൽ ഇരിക്കുന്നത് കൊണ്ട് യഹൂദന്മാരുടെ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടു കൊള്ളുമെന്ന് വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാവും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെ യഹൂദന്മാരെ രക്ഷിക്കാനുള്ള ഒരവസരത്തിനായല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിക്കുന്നു. ചിറ്റപ്പ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എസ്തർ മഹാറാണി, നീ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു എന്ന സത്യം മറക്കരുത്. ആരോരുമില്ലാത്ത നിന്നെ ഞാൻ ഊട്ടി വളർത്തി. ഇന്ന് നീ മഹാറാണിയാണ്, അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞി. ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് രാജകൽപ്പനയെ ഇല്ലായ്മയാക്കുവാൻ പരിശ്രമിക്കേണ്ടത് നിന്റെ ധർമ്മമാണ്. അതെ ചിറ്റപ്പ, ആ ധർമ്മം നിവർത്തിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചിറ്റപ്പ, ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടുക. 3 ദിവസത്തെ കഠിന ഉപവാസം പ്രഖ്യാപിക്കുക. രാജാവിന് എന്നിൽ തിരുവുള്ളമുണ്ടാകുവാൻ ഞാനും എൻ്റെ ബാല്യക്കാർത്തികളും ഉപവസിച്ചിരിക്കും. യഹോവ എൻ്റെ കരച്ചിൽ കേൾക്കും. എൻ്റെ നിലവിളി തിരുസന്നിധിയിലെത്തും. പിന്നെ നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജസന്നിധിയിൽ ചെല്ലും. ഞാൻ യഹൂദന്മാർക്ക് വേണ്ടി അപേക്ഷിക്കും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. എസ്തർ രാജ്ഞിയോ, എന്താകുന്നു വേണ്ടത്? എന്താകുന്നു നിന്റെ അപേക്ഷ? നീ എന്താണ് പരിഭ്രമിച്ചിരിക്കുന്നത്? പറയൂ. രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. മഹാരാജാവേ, തിരുവുള്ളമുണ്ടായിട്ടും ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും വരേണം. എന്ത്? ഹാമാനോ? അതെ, തിരുമേനിയുടെ പ്രിയങ്കരനായ ഹാമാൻ തന്നെ. എസ്തർ മഹാറാണി, സന്തോഷമായിരിക്കൂ. നിന്റെ ആഗ്രഹം പോലെ ഹാമാനും ഈ രാജാവും രാജ്ഞി ഒരുക്കുന്ന വിരുന്നിന് വന്നിരിക്കും, തീർച്ച. മഹാറാണി, പറയൂ, എന്താണ് നിന്റെ ആഗ്രഹം? എന്താണ് അവിടുത്തെ അപേക്ഷ? മഹാരാജാവേ, ഇപ്പോൾ അവിടെ എന്നെ നിർബന്ധിക്കരുത്. ഇല്ല, നിർബന്ധിക്കുന്നില്ല. റാണിയുടെ ആഗ്രഹം പോലെ വിരുന്നൊരുക്കുക. ആഹാ, എന്താണ് ഹാമാൻ പ്രഭുവിന് ഇത്ര വലിയ സന്തോഷം? വലിയ ഉത്സാഹത്തിലാണല്ലോ. ചേരസ്, എൻ്റെ പ്രിയതമേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ശൂഷൻ പട്ടണത്തിൽ എന്നേക്കാൾ ഭാഗ്യവാനായി മറ്റാരുണ്ട്? എൻ്റെ ആഗ്രഹപ്രകാരം യഹൂദ വംശത്തെ കൂട്ടക്കൊല ചെയ്യാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. മാത്രമോ, എസ്തർ മഹാറാണി ഒരുക്കിയ ഗംഭീര വിരുന്നിന് രാജാവിനോടൊപ്പം ഈ ഹാമാൻ മാത്രം. ഇന്നത്തെ വിരുന്ന് ഗംഭീരമായിരുന്നു. നാളെയും വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. മറ്റു പ്രഭുക്കന്മാരെക്കാൾ ഏറ്റവും ഉയർന്ന പദവി.
ഹായ്, എന്തോ ഒരു പദവി, എത്രയെത്ര ധനം, എൻ്റെ സമർത്ഥന്മാരായ പുത്രന്മാർ. ശേരസ്, ഇതെല്ലാം നമ്മുടെ സൗഭാഗ്യങ്ങളല്ലേ? പക്ഷേ ശേരസ്, ആ മൊർദെഖായി അവനുള്ള കാലത്തോളം രാജാവിൻ്റെ വാതിക്കൽ എന്നെ നമസ്കരിക്കാതിരിക്കുന്നത് കാണുന്നിടത്തോളം എനിക്കൊരു തൃപ്തിയുമില്ല. അവനെ നശിപ്പിക്കണം, അവന്റെ കുലത്തെ തകർക്കണം. രാജാവിന്റെ ഇഷ്ടഭാജനമായ അവിടുന്ന് എന്തിനാണ് ഇത്ര ദുഃഖിക്കുന്നത്? നോക്ക്, 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കിക്കണം. മൊർദെഖായിയെ അതിൽ തൂക്കിക്കൊല്ലേണ്ടതിന് നാളെ രാവിലെ തന്നെ രാജാവിനോട് അപേക്ഷിക്കണം. ശരിയാണ്, ഇന്ന് തന്നെ ആ കഴുമരം ഉണ്ടാക്കിക്കണം. മൊർദെഖായി അഹങ്കാരിയെ നാളെ തന്നെ ആ കഴുമരത്തിൽ തൂക്കിക്കൊല്ലണം. തിരുമേനി, എന്താണ് വളരെ അസ്വസ്ഥനായിരിക്കുന്നത്? അവിടുന്ന് എന്താണ് ആലോചിക്കുന്നത്? അറിഞ്ഞുകൂടാ, അകാരണമായ എന്തോ വ്യഥ എൻ്റെ ഹൃദയത്തെ അലട്ടുന്നു. നോക്ക്, നീ ആ ദിനവൃത്താന്ത പുസ്തകം ഒന്നുറക്കെ വായിക്കൂ. അത് വായിച്ചു കേൾക്കാനായി നമ്മുടെ അന്തരാത്മാവിൽ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാരാജാവേ, ഒരിക്കൽ ബിഗ്ദന തെരേസ് ഇങ്ങനെ ഉമ്മറപ്പടി കാവൽക്കാരായ 2 ഷണ്ടന്മാർ രാജാവിനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയ വിവരം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ ഗൂഢാലോചനയ്ക്ക് എന്ത് സംഭവിച്ചു? ആ ഗൂഢാലോചനയെക്കുറിച്ച് മൊർദെഖായി എന്ന യഹൂദന് നേരത്തെ അറിവ് കിട്ടി. വിവരം അപ്പോൾ തന്നെ രാജകൊട്ടാരത്തിൽ മൊർദെഖായി അറിയിച്ചതുകൊണ്ട് വധശ്രമം ഫലിച്ചില്ല. അങ്ങനെ രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് എന്ത് പ്രതിഫലം നൽകി? ഏതെങ്കിലും പ്രതിഫലമോ ബഹുമാനമോ പദവിയോ നൽകിയതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓഹോ, അങ്ങനെയോ? എന്നാൽ ഇനി താമസിച്ചുകൂടാ. ഓ, ഹാമാനോ, ഇപ്പോൾ വന്നത് വളരെ നന്നായി. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടത്? രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ രാജാവിൻ്റെ രാജവസ്ത്രവും കിരീടവും ധരിപ്പിച്ച് രാജാവ് കയറുന്ന കുതിരപ്പുറത്തിരുത്തി പട്ടണവീതിയിൽ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ജനത്തെ കൊണ്ട് ആർപ്പിടിയിക്കണം. ശരി ഹാമാൻ, നിന്റെ ഈ ആലോചന നാം അംഗീകരിക്കുന്നു. രാജധാനിയുടെ പടിവാതിക്കലിരിക്കുന്ന മൊർദെഖായിയെ മേൽ പറഞ്ഞ വിധം നീ തന്നെ അണിയിച്ചൊരുക്കുക. മഹാരാജാവേ! അതേ ഹാമാൻ, നീ പറഞ്ഞതിലൊന്നും കുറച്ചു കളയരുത്. വേഗമാകട്ടെ, മൊർദെഖായിയെ ബഹുമാനിച്ച് എതിരേൽക്കൂ. രാജവസ്ത്രം ധരിപ്പിച്ച് ശൂഷൻ പട്ടണത്തിലാകെ കൊണ്ടു നടക്കണം. എന്താണ് പട്ടണത്തിൽ ആർപ്പുവിളിയും ആഘോഷവും? മഹാറാണി, അവിടുന്നൊന്നും അറിഞ്ഞില്ലയോ? രാജാവ് മൊർദെഖായിയെ ബഹുമാനിച്ച് ആദരിക്കുകയാണ്. പട്ടണത്തിൽ ജനം ഉത്സവ തിമിർപ്പിലാണ്. ബഹുമാനിച്ച് ആദരിക്കുന്നോ? എന്ത്? എന്താ കാര്യം? പണ്ട് രാജാവിനെ വധിക്കാൻ 2 ഷണ്ടന്മാർ നടത്തിയ ഗൂഢാലോചന തക്ക സമയത്ത് മൊർദെഖായി രാജകൊട്ടാരത്തിൽ അറിയിച്ചതുകൊണ്ട് അഹശ്വേരോശ് രാജാവ് അന്ന് രക്ഷപ്പെട്ടു. അതിനു പകരമായി മൊർദെഖായിയെ അന്ന് രാജാവ് ആദരിച്ചില്ല. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഈ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ രാജാവ് അറിഞ്ഞു. ഇപ്പോൾ മൊർദെഖായിയെ ആദരിക്കാൻ രാജാവ് ഹാമാനെ ചുമതലപ്പെടുത്തി. എന്ത്? ഹാമാനെയോ? അതെ, ഹാമാന്റെ ചുമതലയിൽ എല്ലാ ആഘോഷവും നടത്തണമെന്നത്
രാജകൽപ്പനയാണ്. മഹാരാജാവേ, വന്നാലും ഇരുന്നാലും ഈ വിരുന്നിലേക്ക് അങ്ങേക്കും ഹാമാനും സ്വാഗതം. ഇരുന്നാലും. എസ്തർ രാജ്ഞി, എന്താണ് അവിടുത്തെ ആഗ്രഹം? പറയൂ. രാജ്യത്തിൻ്റെ പാതിയോളമായാലും അത് നാം നിവർത്തിച്ചു തരും. തിരുമേനി, എന്നോട് കൃപയുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെ, എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ. എൻ്റെ ജനത്തെ നശിപ്പിച്ച് എന്നെയും എൻ്റെ യഹൂദ കുലത്തെയും വിറ്റ് കളഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളെ ദാസ്യദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. എന്ത്? ഇങ്ങനെ ചെയ്യാൻ തുനിഞ്ഞവൻ ആരാണ്? അവൻ എവിടെ? ആ വൈരി, ഈ ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. ഹാമാൻ! ദുഷ്ടനായ ഹാമാൻ! മഹാരാജാവേ, മൊർദെഖായിയെ കൊല്ലുവാൻ ഹാമാൻ ഉണ്ടാക്കിയ കഴുകുമരം അതാ ഹാമാന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. മൊർദെഖായിയെ, യഹൂദ ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാൻ കെണിയൊരുക്ക ഈ ദുഷ്ടഹാമാനെ ഉടൻ തന്നെ ആ കഴുമരത്തിൽ തൂക്കിക്കൊല്ലുക. മഹാരാജാവേ, ഹാമാന്റെ ദുരാലോചന പ്രകാരം യഹൂദ ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാനുള്ള രാജകൽപ്പന ദുർബലപ്പെടുത്തണമേ. എൻ്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ സഹിക്കും? എസ്തർ രാജ്ഞി, സമാധാനമായിരിക്കുക. ഇതാ രാജമോതിരം. യഹോവയുടെ സ്വന്തം ജനമായ യഹൂദയെ രക്ഷിക്കുവാനുള്ള രാജകൽപ്പന എഴുതി മുദ്രയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്രയും വേഗം അഞ്ചൽ കാർവശം കൊടുത്തയക്കുക. യഹോവ എൻ്റെ പ്രാർത്ഥന കേട്ടു. എൻ്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവസന്നിധിയിലെത്തി. എൻ്റെ ജനത്തിന്റെ ഉപവാസവും കണ്ണുനീരും മുറവിളിയും യഹോവ കേട്ടു. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. നാടകത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ, അഭിനയിച്ചു ശബ്ദം നൽകിയവർ: എസ്തേർ ആഷ്ലി എലിസബത്ത്, രാജാവ് ആനന്ദ് ടോം ഷാജി, ഹദാക് ബിബിൻ ടി കുര്യൻ, ഹാമാൻ ജോൺസൺ പി കുരുവിള, സേറസ് വിനീത ജേക്കബ്, മൊർദെഖായി റോയ് സി ഈപ്പൻ, ഭൃത്യൻ ഷാജി കുര്യൻ, ബാല്യക്കാരി ബ്ലസി ബിനോയ്, 2 ഭടന്മാർ ക്രിസ്റ്റി രാജൻ ആൻഡ് ബെൻ റേവർഗീസ്. പശ്ചാത്തല സംഗീതം മിക്സിംഗ് ജിനേഷ് ജോൺ മോസസ്. രചന പ്രൊഫസർ അമ്മിണി മാത്യു. സംവിധാനം റേ മാത്യു.